എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളത്ര സൗന്ദര്യമേ, നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളത്ര സൗന്ദര്യമേ, എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളത്ര സൗന്ദര്യമേ, എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളത്ര സൗന്ദര്യമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ഒരു വചനം മത്തായി 6:32 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. എത്രയോ വട്ടം എന്നെ ബലപ്പെടുത്തിയ ഒരു വചനമാണിത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് അടിസ്ഥാനപ്പെട്ടാണ് നമ്മൾ ദൈവവൈതലാണോ ജാതിയാണോ എന്ന് തിരിച്ചറിയുന്നത്. ജാതികളുടെ അകത്ത് തിന്നുന്ന കാര്യവും കുടിക്കുന്ന കാര്യവും ഉടുക്കുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഒരു ദൈവവൈതലിൻ്റെ അകത്ത് പിതാവിനെ കുറിച്ചുള്ള ചിന്തയാണ്, പിതാവിൻ്റെ ഇഷ്ടമാണ്. ആമേൻ. ആമേൻ. നിങ്ങൾ ഒരു ജാതിയല്ല, മറിച്ച് നിങ്ങൾ ദൈവമക്കളാണ്. ആമേൻ. ആമേൻ. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും ഉപജീവന മാർഗമാകരുത്. ഉപജീവന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാലും അതൊരു ദിവസം കണി പോലെ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ചിന്തകൾ ദൈവരാജ്യവും പിതാവിനോടുള്ള സ്നേഹവും അവൻ്റെ പ്രത്യാശയും വരവും ഒക്കെ ആയിരിക്കണം നമ്മുടെ അകത്തുള്ള ചിന്തകൾ. മറ്റുള്ള ചിന്തകൾ നമ്മളെ ലോകത്തിലേക്ക് ഇറക്കുമ്പോൾ, നിരാശയിലേക്ക് ഇറക്കുമ്പോൾ, രോഗത്തിലേക്ക് എത്തിക്കുമ്പോൾ, പിതാവിനെ കുറിച്ചുള്ള ചിന്തകൾ ചൈതന്യത്തിലേക്കും ഉണർവിലേക്കും പ്രത്യാശയിലേക്കും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കും ഒരു ആരോഗ്യമുള്ള ജീവിതത്തിലേക്കും നമ്മെ എത്തിക്കുന്നു. നമ്മുടെ ചിന്തകളെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ സന്തോഷം, നമ്മുടെ ചിന്തകളെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ആരോഗ്യം, നമ്മുടെ ചിന്തകളെ ബേസ് ചെയ്തായിരിക്കും സ്വഭാവങ്ങളും ജീവിതശൈലികളും. എല്ലാറ്റിനും ചിന്താലോകം വളരെ ഇമ്പോർട്ടൻ്റ്. ചിന്തകൾ പിന്നെ എന്തായി മാറും? ആഗ്രഹങ്ങളായി മാറും. ആഗ്രഹങ്ങൾ പിന്നെ എന്തായി തീരും? പ്രവൃത്തികളായി മാറും. പ്രവൃത്തികൾ പിന്നത്തേതിൽ സ്വഭാവമായി മാറും. സ്വഭാവം പിന്നത്തേതിൽ വ്യക്തിത്വമായി മാറും. നല്ലൊരു വ്യക്തിത്വം വേണോ? നല്ലൊരു സ്വഭാവം വേണം. നല്ലൊരു സ്വഭാവം വേണമെങ്കിൽ നല്ലൊരു പ്രവൃത്തി വേണം. നല്ലൊരു പ്രവൃത്തി വേണമെങ്കിൽ നല്ലൊരു ആഗ്രഹം വേണം. നല്ലൊരു ആഗ്രഹം വേണമെങ്കിൽ നല്ലൊരു ചിന്ത വേണം. സകലത്തിൻ്റെ റൂട്ട് നമ്മുടെ ചിന്തകളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈവികമായ കാര്യങ്ങൾ ചിന്തിക്കരുത്, മറിച്ച് സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. നിങ്ങൾ അതിനെ ചിന്തിച്ചുകൊണ്ടല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു പിതാവ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത്. അപ്പം യേശു കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ അടുക്കൽ വന്നവരുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മെ നിറച്ചതൊരു പിതാവിൻ്റെ ചിന്തയാണ്. നിങ്ങൾക്കൊരു പിതാവുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജാതിയല്ല, നിങ്ങൾ മക്കളാണ്. നിങ്ങൾക്കൊരു അപ്പനുണ്ട്. ആമേൻ. എൻ്റെ തലമുറയെ കരുതുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതവർ ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവർക്കായി ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി എത്ര മനോഹരമായിട്ട് കരുതിയിട്ടുണ്ട്. വിളിക്കുക, എൻ്റെ പിതാവേ.
എല്ലാം കരുതിയ നല്ല പിതാവാണ്. ഉറപ്പിച്ച് പറയാം, അപ്പൻ്റെ കരുതലുകൾ നിങ്ങളുടെ അനുഭവിച്ച് അത്ഭുതപ്പെടും. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് പറയുന്നു, അപ്പൻ്റെ കരുതലുകൾ നിങ്ങൾ അനുഭവിച്ച് അത്ഭുതപ്പെടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ല പിതാവായി സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവ് ഇന്നീ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ കർത്താവ് പിതാവിൻ്റെ വെളിപ്പാട് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള അധികാരത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് കർത്താവ് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ദൈവത്തിലുള്ള പിതാവിലുള്ള സകല അനുഗ്രഹങ്ങൾ അവരിലേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താപ്പനും മക്കളും എന്ന ബന്ധത്തിൽ അവർ വളരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കും. ദൈവം ഇവർക്ക് നിത്യപിതാവായി എന്നും ഉണ്ടാവട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഒരുമിച്ച് അപ്പ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ചിന്താകുലത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ആകുലത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ഇവർക്കൊരപ്പനുണ്ടെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയട്ടെ. അത്ഭുതകരമായി നടത്തുന്ന ഒരു സ്വർഗീയ പിതാവ് എനിക്കുണ്ട്. ശ്രേഷ്ഠകരമായി നടത്തുന്ന ഒരു സ്വർഗീയ പിതാവ്, ഒരു രഹസ്യത്തിൽ കാണുന്നൊരു പിതാവുണ്ട്, പോറ്റുന്നൊരു പിതാവുണ്ട്, കാണുന്നൊരു പിതാവുണ്ട്, കരുതുന്നൊരു പിതാവുണ്ട്, ആശ്വസിപ്പിക്കുന്നൊരു പിതാവുണ്ട്, സൽഗുണപൂർണനായൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. സ്നേഹസ്വരൂപനായൊരു പിതാവുണ്ട്, കരുണാസമ്പന്നനായൊരു പിതാവുണ്ട്. ഇങ്ങനെ അവർ പിതാവിനെ ഉയർത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ പിതാവിൻ്റെ ചിന്തകളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗീയ പിതാവേ, ആ സ്വർഗീയ പിതാവിൻ്റെ ഭയങ്കര പ്രൊട്ടക്ഷൻ, ആ ഒരു വലിയ വാത്സല്യം ഈ ജനത്തിൻ്റെ മേലുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. സൗഖ്യമായിരിക്കട്ടെ, വിടുവിക്കപ്പെട്ടിരിക്കട്ടെ, മാനിക്കപ്പെട്ടിരിക്കട്ടെ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ നന്മകളും കർത്താവിൻ്റെ ഉയർച്ചകളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.